ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എക്സാമിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും എക്സാമിന്റെ തയ്യാറെടുപ്പിലായിരിക്കും എന്നറിയാം. അപ്പോൾ ഈ അടുത്ത് നടന്ന CPU അല്ലെ എക്സാമും അതേപോലെ ഫയർമാൻ എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. കുറച്ചൊരു ലെവൽ കൂടിയതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് എന്താണ്, ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. ഓക്കെ, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് ഇട്ടിരിക്കുന്ന ഏതൊക്കെയാണ്? അപസ്മാരം, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ബ്രെയിൻ ട്യൂമർ അല്ലെ. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ടോപ്പിക്ക് പഠിച്ച ആൾക്കാർക്ക് അറിയാം, നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ തലച്ചോറ്, ബ്രെയിൻ അല്ലെ, സ്പൈനൽ കോഡ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന നമ്മളെ സുഷുമ്ന, നാഡികൾ, ഇതിനെയൊക്കെ പഠിക്കുന്ന നമ്മളെ നെർവസ് സിസ്റ്റം അല്ലെ, നാഡീ വ്യവസ്ഥ, അതിനെ ബാധിക്കുന്ന രോഗമായിട്ടാണ് ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ കൺഫ്യൂഷൻ വരാനുള്ളത് B ആണോ C ആണോ എന്നുള്ളതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കൺഫ്യൂഷൻ. ഇതിലല്ലേ ഉണ്ടാവുക. അപ്പൊ നോക്കാം അല്ലെ. അപ്പൊ എന്തായാലും ഇപ്പൊ ചിലപ്പോൾ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ പോലും ഒന്നും കൂടെ നമുക്ക് ആ ഫാക്ടർ നോക്കിയിട്ട് വരാം. ഇതാണ് ടേബിൾ. ഈ ടേബിളില് 10ാം ക്ലാസ്സിന്റെ മുൻപേ ഉള്ള ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ടേബിൾ ആണ്. വളരെ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെച്ചേക്ക് കേട്ടോ. അൽഷിമേഴ്സ് ഇത് അവിടെയുണ്ട്, പാർക്കിൻസൺസ് ഉണ്ട്, അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ട്. 3 രോഗങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത് കൊടുത്താണ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ തന്മാത്ര സിനിമയില് മോഹൻലാലിന്റെ അസുഖം അല്ലെ. അപ്പൊ അത് ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതാണ് ഓർമ്മ വരിക, ആ സിനിമേന്റെതാണ് ഓർമ്മ വരിക. അപ്പൊ അവിടെ എന്താ, ഓർമ്മ നശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്മൃതി നാശ രോഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രോഗം കൂടിയാണ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്മൃതി എന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മ, അത് നശിച്ചു പോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നശിച്ചു പോകാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ നശിച്ചാൽ പിന്നെ അതിന് ചികിത്സയില്ല എന്നൊക്കെ ചോദിച്ചാൽ, നമ്മളെ ബ്രെയിനിലുള്ള മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന അല്ലെ പ്രത്യേകിച്ച് അവിടെയുള്ള ന്യൂറോൺ ഒക്കെ നശിച്ചു പോകുന്നതാണ് അതിന് കാരണം. നശിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിലെ ഒരു അലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയാണ്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ അടിഞ്ഞുകൂടിയിട്ട് അവിടെയുള്ള ന്യൂറോൺ നശിച്ചു പോകാം. ന്യൂറോൺ നശിച്ചാൽ, ന്യൂറോൺ എന്ന് വെച്ചാൽ നാഡീകോശം, മലയാളത്തിൽ നാഡീകോശം എന്ന് പറയും. അപ്പൊ മറ്റുള്ള കോശം നശിച്ചു പോയാൽ പുതിയ കോശം ഉണ്ടാകുന്നത് പോലെ നാഡീകോശം നശിച്ചാൽ പുതിയത് ഉണ്ടാവുന്നില്ല. അതാണ് ഒരു കുഴപ്പം അല്ലെ. അപ്പം പോയാൽ പോയത് തന്നെയാണ്. അങ്ങനെ ഈ ഓർമ്മ നശിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അൽഷിമേഴ്സ് എന്ന് പറയുക. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഈ പ്രോട്ടീന്റെ കാര്യം എടുത്തു പറയും. പിന്നെ ന്യൂറോണുകൾ നശിക്കുക, അങ്ങനെ പറയുള്ളൂ. ഓക്കെ, ന്യൂറോണുകൾ നശിക്കുക, ഈ 2 വാക്കാണ് ഉണ്ടാവുക. അപ്പൊ കേവലമായ ഓർമ്മകൾ പോലും, നമ്മളെല്ലാ ഓർമ്മയും ദിനചര്യ നമ്മൾ ചെയ്തോ, ബന്ധുക്കളെയും അടുത്ത ആൾക്കാരെ പോലും നമ്മൾ തിരിച്ചറിയും. ചില സമയത്ത് ഓർക്കും, ചില സമയത്തെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ അല്ലെ. നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ പോലെ, ഇപ്പൊ കുളിച്ചോ പല്ല് തേച്ചോ, ഇതൊന്നും നമ്മൾ ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക അല്ലെ. മക്കളെയും, ഇപ്പം സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും, ഇനിയിപ്പോൾ അല്ലാതെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ബന്ധുക്കൾ, ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ മറന്നു പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി പാർക്കിൻസൺസ് എന്നുള്ളതാണ് അടുത്ത രോഗം. പാർക്കിൻസൺസ് രോഗത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക, എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇനിയെ പോലെ ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം. ഗാംഗ്ലിയോണുകളുടെ നാശം എന്നാണ് എടുത്തു പറയാ. ന്യൂറോണിന്റെ നാശം എന്ന് പറയുന്നതിന് പകരം ഗാംഗ്ലിയോൺ. ഗാംഗ്ലിയോൺ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ന്യൂറോണുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് എന്ത്, ഗാംഗ്ലിയോണുകൾ. ന്യൂറോണുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കോശ ശരീരമൊക്കെ വരുന്ന ഭാഗത്തിന്റെ ആ ഒരു കൂട്ടത്തിനാണ് ശരിക്കും എന്ത് പറയുന്നത്, ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൂട്ടത്തോടെ അങ്ങ് നശിച്ചു പോകാൻ ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നശിച്ചു പോകുന്നു എന്ന് എടുത്തു പറയും. അപ്പൊ ന്യൂറോണിന്റെ നാശം എന്ന് പറയുന്നതിന് പകരം ന്യൂറോണിന്റെ ഒക്കെ കൂട്ടമായിട്ടുള്ള ഗാംഗ്ലിയോണിന്റെ നാശം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതേപോലെ ആ സമയത്ത് തലച്ചോറിലെ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യും. നാഡീയ പ്രേഷകം, ഒരു നാഡീകോശം മറ്റൊരു നാഡീകോശവുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്നുണ്ടാവുന്ന രാസവസ്തുക്കൾക്കാണ് നമ്മൾ നാഡീയ പ്രേഷകം എന്ന് പറയാം അല്ലെ. അസറ്റൈൽ കൊളീൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതേപോലത്തെ വേറൊന്നാണ് എന്ത്, ഡോപ്പാമിൻ. അപ്പൊ ഈ ഡോപ്പാമിന്റെ ഉൽപാദനം കുറഞ്ഞാൽ അപ്പൊ അതിന്റെ കാര്യം പുറത്തേക്ക് രോഗി എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്, പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ അവരെ ശരീര തുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം. അപ്പൊ പാർക്കിൻസൺസ് രോഗത്തിന് നമ്മൾ ഇങ്ങനെ ഷെയ്ക്കിംഗ് പാൾസി എന്നൊക്കെ പറയാറുണ്ട്. അവരെ കൈയും കാലും ഒക്കെ ശരീരം മൊത്തം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും അല്ലെ, കഴുത്തും ഒക്കെ വിറയ്ക്കും. അവർക്കൊരു ഫുഡ് എടുത്തിട്ട് സ്വന്തം കൈകൊണ്ട് വായിലേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. കൈയും മുഖവും കഴുത്തും ഒക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനമാണ്. ഇപ്പൊ നമ്മളെ കൈയൊക്കെ എപ്പോഴാണ് ചലിപ്പിക്കേണ്ടത് നമുക്കറിയാം, നമ്മളെ കൺട്രോളിലാണ്. ആ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഗാംഗ്ലിയോണിന്റെ നാശം, ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകം എന്നൊക്കെ എടുത്തു പറഞ്ഞാൽ പാർക്കിൻസൺസ് ആണ് രോഗം. പിന്നെ അപസ്മാരവും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുകയും ചിലപ്പോൾ കണ്ടിട്ടൊക്കെയുള്ള അസുഖമാണ് അപസ്മാരം എന്ന് പറഞ്ഞാൽ. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു എന്നതാണ് അതിന്റെ റീസൺ. ഇവിടെ വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞിട്ട്
കാണുമ്പോൾ ഷോക്ക് അടിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. പെട്ടെന്നുള്ള നമ്മൾ എന്ത് ഇമോഷൻസ് ആയാലും എന്താണെങ്കിലും ഒരു വൈദ്യുത പ്രവാഹം പോലെയാണ് നമ്മളെ നാഡികളിൽ കൂടെ അത് കടന്ന് ബ്രെയിനിലേക്കൊക്കെ എത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈദ്യുത പോകുന്ന സർക്യൂട്ടിലാണെങ്കിലും ഓവർഫ്ലോ ഉണ്ടാകുമ്പോൾ പഠിച്ചു പോകില്ലേ, അതേപോലെ തന്നെ ഏത് ഇമോഷൻസ് ആണെങ്കിലും അത് കൺട്രോൾ അല്ലാതെ ഓവറായിട്ടാണ് എന്ത് ചെയ്യുക ബ്രെയിനിലേക്ക് അടിച്ചു കയറുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നമാണിത് അപസ്മാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വായിൽ നിന്ന് അല്ലെ നുരയും പതയും ഉണ്ടാവുക, പല്ല് കടിച്ചു പിടിക്കുക, തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി എന്ന് പറഞ്ഞാൽ അവർ കാണുന്നതാണ്. ചിലപ്പം ഭയങ്കര ബലം കൊടുക്കും ശരീരത്തിന്, പിന്നെ അയഞ്ഞു വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെയാണ് ആ സമയത്ത് കാണിക്കുക. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെക്കുക. അപ്പൊ ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്ന ഗാംഗ്ലിയോണുകളുടെ നാശം എന്നതൊക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കണ്ടല്ലോ. അപ്പൊ ഏതാ രോഗത്തിന് ഏതാ പറയേണ്ടത്? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? അൽഷിമേഴ്സ് ആണോ അതേപോലെ പാർക്കിൻസൺസ് ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? പാർക്കിൻസൺസ്. കിട്ടിയില്ലേ? റെഡി അല്ലേ? ക്ലിയർ. അതേപോലെ ഈ സ്ലൈഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ 2 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും പ്രീവിയസ് ചോദിച്ചതാണ്. അൽഷിമേഴ്സ് ദിനവും പാർക്കിൻസൺസ് ദിനവും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അൽഷിമേഴ്സ് ദിനം എന്ന് പറയുമ്പോൾ ഏതാണ്? സെപ്റ്റംബർ 21 ആണ് അൽഷിമേഴ്സ് ദിനം, സെപ്റ്റംബർ 21. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 11 ആണ്, ഏപ്രിൽ 11 ആണ്. ഓക്കെ. അപ്പൊ അധികം ഇതിങ്ങനെ മാറിപ്പോ 21, 11 ഒക്കെ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ പാർക്ക് ചെയ്യുക എന്ന് പറയാം. പാർക്ക് അല്ലെ, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യില്ലേ, പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായാലും 11 ആണ്. 11 ആലോചിക്കുക. പാർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ 2 ഓരോരുത്തർക്കും പാർക്ക് ചെയ്യാൻ ഓരോ സ്പേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. കാരണം എനിക്കിങ്ങനെ മറന്നുപോയി, ഈ ഡിജിറ്റൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. 21, 11 എന്നൊക്കെ പറയുമ്പോൾ മാറിപ്പോകുമ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ ഇതായിരുന്നു 21 അതാണോ 11 എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ 2 ലൈൻസ് അല്ല, ഓരോരുത്തർക്കുള്ള പാർക്കിംഗ് സ്പേസിലാണ് നമ്മൾ പാർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള 2 വര അവിടെ ആലോചിക്കുക. അപ്പൊ 11 കിട്ടും. അതിൻ്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെ ആലോചിക്കുക. പാർക്കിൻസൺസ് രോഗം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 11. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ആലോചിക്കട്ടെ, ഞാൻ പറഞ്ഞതാണ്, ഞാൻ അതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാറാണ്. അൽഷിമേഴ്സ് ദിനം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 21. ഡേറ്റ് പ്രശ്നമുള്ള ആൾക്കാർക്കാണ് പറയുന്നത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഡയറക്റ്റ് ഫാക്ട് ആണ് ഫ്രം SCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. അടുത്തത് ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? അതുപോലെ ഇതുപോലെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ ടഫ് ആയതിനു ശേഷം കോൺഫിഡൻസ് ഒക്കെ പോയി നിൽക്കുന്ന ഒരുപാട് ആളുണ്ടെന്ന് അറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമുക്ക് ടഫ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് മാക്സിമം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടും നമുക്കിത് പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇത് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണെന്നുള്ള നോട്ട് ചെയ്യാം. ഓക്കെ. ആരെങ്കിലുമൊക്കെ കറക്റ്റ് കുത്തി ചിലപ്പോൾ ആൻസർ ശരിയാക്കിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഈ കണ്ടന്റിന്റെ ഡീപ്പ് നോളജ് ഉള്ള ആൾക്കാർ, ഈ ഒരു സബ്ജക്റ്റിൽ മാത്രം ഡീപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലാതെ പൊതുവെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും പൊതുവായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഇത്. ഓക്കെ. അപ്പൊ അങ്ങനെ വിചാരിച്ച് കോൺഫിഡൻസ് തിരിച്ചെടുക്കുക. ഇനിയുള്ള എല്ലാ PSC ക്വസ്റ്റ്യനും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഓക്കെ. ഇതൊരു +2 ലെവൽ ഇതാകുമ്പോൾ അവർ അതിനേക്കാൾ ലെവലില് ഒന്ന് കണ്ടന്റ് കണ്ടെത്തി കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ഓക്കെ. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. എന്നാൽ വന്ന ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിന്റെ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്യാം. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ചയാണ്. അപ്പോൾ ക്യാൻസർ ചികിത്സ, റേഡിയേഷൻ, കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ആ രോഗി അനീമിക് ആയിട്ട് മാറും, വിളർച്ചയുണ്ടാവും, രക്തക്കുറവുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ രക്തത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ ഏതാണ്? പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ഹോർമോൺ ആണ്. ആ ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ? എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ. എറിത്രോപോയറ്റിൻ. അപ്പൊ എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഇത് ആക്ച്വലി അല്ലാത്ത രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ ബോഡിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം ഇതിന്റെ കേസ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് രോഗികൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഇതിനെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. റെഡി അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ ബോൺ മാരോയിൽ പ്രവർത്തിച്ച്, അസ്ഥിമജ്ജയിൽ പ്രവർത്തിച്ച് കൂടുതൽ RBCന്റെ പ്രവർത്തനത്തിന് എന്ത് ചെയ്യാണ്? അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കൂടുതലായിട്ട് RBC ഉണ്ടാവുന്നു, രക്തം ഉണ്ടാവുന്നു, വിളർച്ചയ്ക്ക് കുറവ് വരികയാണ് ചെയ്യുക. അപ്പോൾ എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, ഹോർമോണായ പ്രോട്ടീനെയാണ് ഈ ചികിത്സേന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന വിളർച്ച പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അല്ലാതെ എറിത്രോപോയറ്റിൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നെന്ന് പറയുമ്പം നമ്മളെ കിഡ്നി അല്ലെ, വൃക്ക നിർമ്മിക്കുന്ന ഹോർമോൺ, പ്രാഥമികമായിട്ട് വൃക്ക നിർമ്മിക്കുന്ന ഹോർമോൺ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എറിത്രോപോയറ്റിൻ പഠിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇത്. അത് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് വിളർച്ച ഉണ്ടാവും, ഇതിന് എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. EPO എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാം, അല്ലെങ്കിൽ എറിത്രോപോയറ്റിൻ എന്നതാണ് ആൻസർ കേട്ടോ. ഓക്കെ. റെഡി അല്ലേ? ഇനി അടുത്തത് അതേപോലത്തെ
കേൾക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റി നമുക്ക് അറിയാവുന്ന ജസ്റ്റ് 2-3 വാക്ക് ആലോചിച്ചാൽ കുറച്ച് സമാധാനം കിട്ടും. ഇൻസുലിനെ നിർമ്മിക്കുന്നത് ഏത് ഗ്ലാൻഡാണ് ഇൻസുലിൻ ആണെങ്കിലും അതേപോലെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഹോർമോണിന്റെ പേര് നമ്മൾ പഠിക്കുന്നതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെ, പഞ്ചസാരയുടെ അളവ്, രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 2 ഹോർമോൺ ആണിത്. ഇൻസുലിനെ നിർമ്മിക്കുന്നത് ബീറ്റ കോശങ്ങളാണ്, ഗ്ലൂക്കഗോണിനെ നിർമ്മിക്കുന്നത് ആൽഫ കോശങ്ങളാണ് അല്ലെ. ഇത് രണ്ടും ഏത് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടതാണ്? പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പാൻക്രിയാസിനെയാണ് നമ്മൾ വേറൊരു പേരിട്ട് ആഗ്നേയ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് അല്ലെ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ, പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നത്, രക്തത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിൻ ആണ്. ഗ്ലൂക്കഗോൺ അത് കൂട്ടാനാണ് സഹായിക്കുന്നത് എന്നും അറിയാം. ഓക്കെ, ഇത്രയും അറിയാം നമുക്ക്. അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ പിടിച്ച് ഇവര് കോശങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിടുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് അതിനവിടെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാ വരിക? GLUT 1, 2, 3 എന്നൊക്കെ പറഞ്ഞാലും റിലേറ്റഡ് പ്രോട്ടീൻ ആണെങ്കിൽ പോലും ഇതിൽ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? GLUT 4 ആണ്. ഓക്കെ, ഇതില് ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് തന്നെയാണ്. T for ട്രാൻസ്പോർട്ട് എന്നാണ് കേട്ടോ. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ എന്നതാണ് ഗ്ലൂട്ടിന്റെ പൂർണ്ണരൂപം. GLUT 4 എന്നതാണ് നോട്ട് ചെയ്യുക. ഗ്ലൂക്കോസിനെ കോശത്തിലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് GLUT 4. അതാണ് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ എന്നതിനെ പറയുന്നത്. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി അടുത്തത് ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡാൽ ടെസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. ടൈഫോയിഡ് എന്ന് കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. പിന്നെ വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് വായിക്കുന്നത്. പക്ഷെ വൈഡാൽ ടെസ്റ്റ് ഇതാ ഇവിടെ ഓപ്ഷന് കിടക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലേ മല്ലയ്യ എന്ന് ചോദിക്കുന്ന പോലെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ എന്തായിരിക്കും ബാക്കി എന്ന് നോക്കുമ്പോൾ നാട്ടിൽ കേൾക്കാത്ത വാക്കാണ്. ഇവിടെ വരെ വായിച്ചപ്പോൾ കിട്ടിയ കോൺഫിഡൻസ് ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ വൈഡാൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ് പ്രധാനപ്പെട്ട തത്വം, വൈഡാൽ ടെസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വൈഡാൽ ടെസ്റ്റ് എന്തിനുള്ളതാ? എന്തായാലും നമുക്ക് അറിയാവുന്നതൊക്കെ ജസ്റ്റ് നോക്കാം അല്ലെ. ഏതിനാണ്? ടൈഫോയിഡ് രോഗം സ്ഥിരീകരിക്കാനുള്ളതാണ് വൈഡാൽ ടെസ്റ്റ് എന്ന് മനസ്സിലായി. അപ്പൊ വൈഡാൽ ടെസ്റ്റ് ഏത് രോഗകാരിക്കെതിരാണെന്ന് ചോദിച്ചാൽ ടൈഫോയിഡിന്റെ രോഗകാരിക്കെതിരാണ്. ഏതാണ് രോഗകാരി? സാൽമോണല്ല അല്ലെ. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ആരാണ്? ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. സാൽമോണല്ല ടൈഫി ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പം ഇതിലെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ രോഗകാരിയായ ഈ ബാക്ടീരിയ, അതായത് ആന്റിജൻ അല്ലെ, ആന്റിജൻ രോഗകാരിക്ക് നമ്മൾ ആന്റിജൻ എന്ന് പറയും, രോഗാണുക്കൾക്ക് ആന്റിജൻ എന്ന് പറയാം. ഇവര് നമ്മളെ ബോഡിയിലേക്ക് വരുമ്പം നമ്മളെ ബോഡിയിൽ നിന്ന് എന്തുണ്ടാവാണ്? ഇവരെ നശിപ്പിക്കാൻ ആന്റിബോഡി ഉണ്ടാവും. ആന്റിബോഡി എവിടെയാണ്? രക്തത്തിലാണ് ഉണ്ടാവുന്നത്. രക്തത്തിൽ ആന്റിബോഡിനെ ഉണ്ടാക്കും. ആരുണ്ടാക്കുന്നത്? നമ്മളെ ബി ലിംഫോസൈറ്റ് എന്നൊക്കെ പറയുന്ന നമ്മളെ ലിംഫോസൈറ്റ് ശ്വേത രക്താണുക്കളൊക്കെ ആന്റിബോഡിനെ ഉണ്ടാക്കും. അപ്പൊ ഈ ആന്റിബോഡി പോയിട്ട് ആന്റിജനുമായിട്ട് കൂടിച്ചേർന്ന് എന്താവാണ്? അങ്ങ് ക്ലോട്ട് ആവാണ് ചെയ്യുക, കട്ട പിടിച്ചു പോവാണ് ചെയ്യുക. ഇവരായിട്ട് ആക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് അടിപിടി കൂടി രണ്ടാളും കൂടി അങ്ങ് കട്ട പിടിച്ചു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ആന്റിജനെ ആന്റിബോഡി പോയി തകർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെ പറ്റിയ വാക്കാണ് അഗ്ലൂട്ടിനേഷൻ. എന്താണ്? അഗ്ലൂട്ടിനേഷൻ. ചിലപ്പം സി കാണുമ്പോൾ കൊയാഗുലേഷൻ എന്ന് കാണുമ്പോഴും നമുക്കൊരു ഡൗട്ട് വരും. അപ്പൊ ബ്ലഡ് കൊയാഗുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവില്ല, ബ്ലഡ് ക്ലോട്ടിങ്. അല്ലാതെ ഇപ്പൊ ഒരു മുറിവുണ്ടായാൽ രക്തം കുറച്ചു നേരം ക്ലോട്ട് ആവും, അവിടെ നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്ന വാക്ക് വരും. അപ്പൊ ഇവിടത്തെ കറക്റ്റ് ആൻസർ അഗ്ലൂട്ടിനേഷൻ. എന്തായാലും ഈ ആന്റിജനെ ആന്റിബോഡി പോയിട്ട് തകർക്കുന്നതിന് പറയുന്ന പേരാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡി അല്ലേ? ഇതേപോലെ ക്ലോട്ട് ആയി പോകുന്നത് പോലെയുള്ള ഒരു ആക്ഷൻ ആണ് അവിടെ നടക്കുക. നെക്സ്റ്റ്, ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഒരു ലോട്ടറി അടിച്ചതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ ഒരു 26ഉം 36ഉം ആണ് തോന്നുന്നു. ഒരേ ക്വസ്റ്റ്യൻ ആണ്, ഇതേ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടെങ്കിലും ശരി ഉത്തരം അതിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മിസ്റ്റേക്ക് BSc പറ്റുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 1-2 സ്കോർ ഇങ്ങനെ ചെയ്യാം. ഇതേപോലെ ഒരേ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം കാണുകയാണെങ്കിൽ. ഓക്കെ, ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെടുത്താം? എയ്ഡ്സ് ബോധവൽക്കരണമാണോ? അല്ല. അതൊക്കെ ഏതാണ്? ആയുർദളം എന്നൊക്കെയാണ് നമ്മൾ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിച്ചത് അല്ലെ. അപ്പൊ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ എന്നതാണ് ഇതിന്റെ പ്രധാനം. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാലാണ് നമ്മൾ ആന്റിബയോട്ടിക് ടാബ്ലറ്റ് കഴിക്കുക. അത് ചിലപ്പോൾ മറ്റൊരു ഫംഗസ്, മറ്റൊരു ബാക്ടീരിയ അതിൽ നിന്ന് എടുക്കുന്ന രാസവസ്തുവാണ്. എന്നിട്ട് വേറൊരു ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷെ ആന്റിബയോട്ടിക് ഒക്കെ ആവശ്യമില്ലാതെ കഴിക്കാൻ പാടില്ല അല്ലെ. നമ്മളെ ശരീരത്തിലെ ഉപകാരികൾ
രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയനെ പോലും ഇവർ നശിപ്പിക്കും. അതുപോലെ രോഗകാരികൾക്ക് മരുന്നിനോട് അതിജീവിക്കാനുള്ള ഒരു ശേഷി അതിന് കൊടുക്കുക. കാരണം എപ്പോഴും ഇങ്ങനെ ആന്റിബയോട്ടിക്കിന്റെ പ്രസൻസ് വന്നാൽ രോഗകാരിക്ക് അത് കണ്ടൊരു പേടിയില്ലാതായിപ്പോൾ അല്ലെ. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ തല്ലുന്നത് പോലെ എപ്പോഴും കൊടുത്താൽ പിന്നെ ഒരു വിലയില്ല. അപ്പൊ എപ്പോഴും ആന്റിബയോട്ടിക്കിന്റെ പ്രസൻസ് കിട്ടുമ്പോൾ രോഗകാരികൾ ഇതുമായിട്ട് പരിചയപ്പെട്ട് ഇവർ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവ് നേടിയെടുത്തു കഴിഞ്ഞാൽ സീനാണ്. അപ്പൊ അങ്ങനെ അമിത ഉപയോഗം തടയണം. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിന്റെ പേരാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുവരെ പറഞ്ഞ സ്ഥിതിക്ക് ഫസ്റ്റ് ആന്റിബയോട്ടിക് ഏതാണ്? ആന്റിബയോട്ടിക് ഏതാന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? യെസ്, പെനിസിലിൻ അല്ലെ. പെനിസിലിൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ആന്റിബയോട്ടിക്. അത് കണ്ടെത്തിയത് നമ്മളെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടെത്തിയത്. അത് ഒരു ഫംഗസിൽ നിന്നായിരുന്നു. ആ ഫംഗസിന്റെ പേരാണ് പെൻസിലിയം നൊട്ടേറ്റം അല്ലെ. പെനിസിലിയം നൊട്ടേറ്റം എന്നതാണ് അതിന്റെ പേര്. പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നും അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തിയതാണ് പെനിസിലിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ആന്റിബയോട്ടിക് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം നമ്മളെ ശരീരത്തിലുള്ള ഉപകാരികളായ ബാക്ടീരിയ, കുടലിലൊക്കെ താമസിക്കുന്ന ബാക്ടീരിയന്റെ ഒക്കെ നാശത്തിന് കാരണമാവും. അങ്ങനെ കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഓക്കെ, ഇവിടെ വൻകുടലിലുള്ള ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്. അതിന്റെ അളവൊക്കെ കുറഞ്ഞു പോകും. ആ വൈറ്റമിൻസിന്റെ എക്സാമ്പിൾ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതേപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ശരിയാണ് കേട്ടോ. കെയും ശരിയാണ്, ബി കോംപ്ലക്സും. അധികം കെ വെച്ചിട്ടാണ് ചോദിക്കുക. ബി കോംപ്ലക്സും ശരിയാണ്. ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ബി കോംപ്ലക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ കെന്റെ അളവ് കുറഞ്ഞു പോകും ഈ ബാക്ടീരിയ നശിച്ചു പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ്, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ അധികം സമയം എടുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, റെഡി. വിറ്റാമിൻ കെ അതിന് സഹായിക്കുന്ന രക്തം കട്ടപിടിക്കലായിട്ട് ബന്ധപ്പെട്ട വിറ്റാമിൻ ആണെന്ന് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമിയിൽ ഈ ആവശ്യത്തിനുള്ള ചൂട് നമുക്ക് കിട്ടാൻ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്നറിയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പകല് മാത്രമേ ചൂടുണ്ടാവുള്ളൂ, രാത്രി ആകുമ്പോഴേക്കും നമ്മൾ മൈനസിൽ തണുത്ത് ഉറങ്ങി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയല്ല അല്ലെ. അപ്പൊ പകല് കിട്ടുന്ന ചൂടിന്റെ കുറെ ഭാഗങ്ങൾ അവിടെ തന്നെ തടഞ്ഞു നിർത്തി ആവശ്യത്തിന് ചൂട് നമുക്ക് ഇവിടെ കിട്ടാൻ കാരണമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിച്ചാൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നറിയാം. അതേപോലെ മീഥെയിൻ ഉണ്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മീഥെയിൻ ഉണ്ട്, ഓസോൺ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്? നൈട്രജൻ ആണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ഹരിതഗൃഹ വാതകം ഏത്? ഓക്കെ, കാരണമല്ലാത്ത വാതകം ഏത് എന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. ഓക്കെ, അതേപോലെ CFCന്റെ കേസൊക്കെ കേൾക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഹരിതഗൃഹ വാതകങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇതിൽ പെടാത്തതാണ് നൈട്രജൻ. ഓക്കെ, അടുത്തത് മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എടുത്ത് നടന്ന എക്സാമിന്റെ ആണ് അല്ലെ, കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലമ്പനി എന്ന് പറയുന്ന രോഗം ആരാണ് ഉണ്ടാക്കുന്നത്? പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമാണ്. ഏത് പ്രോട്ടോസോവ എന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും വളരെ ബേസ് ആയിട്ട് എപ്പോൾ കേട്ടാലും നോട്ട് ചെയ്യണം. അതുപോലെ മലമ്പനി പരത്തുന്നത് ഒരു കൊതുകാണ്, വാഹകർ കൊതുകാണ്. അതാണ് അനോഫിലസ് ആണ് അല്ലെ. അനോഫിലസ് പെൺകൊതുകാണ് ഇതിന്റെ വാഹകരായിട്ട് നമ്മൾ കാണുന്നത്. പെൺകൊതുകിനെയാണ് കാണുന്നത്. അപ്പൊ ആന എന്നൊക്കെ ആലോചിച്ച് വെക്കും. മലമ്പനി എന്ന് പറഞ്ഞാലും മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ എന്താ മലയാണ്. അപ്പൊ ആന എന്ന് പറഞ്ഞിട്ട് അനോഫിലസിനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ആനേനെ കാണണമെങ്കിൽ മലേന്റെ സൈഡിലൊക്കെ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യും കൊതുകിന്റെ പേര് കിട്ടാൻ. കാരണം മന്ത് രോഗം ക്യൂലെക്സ് ആണ്. മന്ത് വന്ന കാലം കൊണ്ട് ക്യൂ നിൽക്കാൻ കഴിയില്ല. അപ്പൊ ക്യൂലെക്സ് ആണ് എന്നാണ് നമ്മൾ അവിടെ പഠിക്കാറ്. അപ്പോൾ മലമ്പനി ഉണ്ടാകുന്ന സമയത്ത് ഒന്നിടവിട്ട ദിവസങ്ങൾ വിറയലോടുകൂടിയ പനി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെയാണ് അതിന്റെ ലക്ഷണം. അപ്പൊ ഇതിന് കാരണം ഈ രോഗകാരി ഉണ്ടാക്കുന്ന ഏതോ ഒരു വിഷവസ്തുവാണ്. അതിന്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹീമോഗ്ലോബിൻ ആണോ? ഹീമോഗ്ലോബിൻ നമുക്കറിയാം RBCന്റെ കൂടെ ഉള്ളതാണ്. ഓക്സിജൻ വഹിച്ചു കൊണ്ടുവന്ന ആളെ. അത് കാരണം പനിയൊന്നും ഉണ്ടാവില്ല അല്ലെ. ഹീമോസീൽ എന്നുണ്ട്, ഹീമോസോയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹീമോഫീലിയ വരില്ല. കാരണം നമുക്കറിയാം രാജകീയ രോഗം എന്നൊക്കെ പറയുന്ന ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. B ആണോ C ആണോ എന്നുള്ള ഡൗട്ടാണ്. ക്ലാസ്സിലൊക്കെ കയറി കണ്ട ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ സി ഹീമോസോയിൻ ആണ് കേട്ടോ. ആക്ച്വലി സോയിൻ എന്നാണ് ഇവർ ഓപ്ഷനിൽ സോയിൽ എന്നാണ് കൊടുത്തത്. സോയിൻ ആണ്. ഓക്കെ, സോയിൻ എന്ന് പറയുന്നതാണ് വിഷവസ്തുവിന്റെ പേര്.
അപ്പൊ എന്തായാലും മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ഈ ലെവൽ ഓഫ് എക്സാമിന് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, രോഗകാരി പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന പ്രോട്ടോസോവയാണ്. വാഹകർ അനോഫിലസ് പെൺകൊതുകാണ്. നോട്ട് ചെയ്യുക. ആതിഥേയ ജീവി എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്മോഡിയം അതിന്റെ ജീവിത ചക്രം പൂർത്തിയാക്കാൻ കൊതുകിന്റെ ഉള്ളിൽ വരും, കൊതുക് വഴി മനുഷ്യന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ ആതിഥേയ ജീവിയായിട്ട് നമ്മൾ മനുഷ്യനാണ് എന്ത് ചെയ്യുക കണക്കാക്കുന്നത്. വാഹകരാണ് എന്ത് കൊതുക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഉള്ളിൽ കയറിയിട്ടാണ് അവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാസ്മോഡിയത്തിന്റെ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാര എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തരം പ്ലാസ്മോഡിയങ്ങൾ ഉണ്ട്. അതില് ആരുണ്ടാക്കുന്ന മലേറിയ ആണ് ഏറ്റവും പ്രശ്നം എന്ന് ചോദിച്ചാൽ ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്ന പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന മലമ്പനിയാണ് മാരകമായ മലമ്പനി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. പിന്നെ ഇതാണ് ഈ ഒരു ചക്രം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ അത്യാവശ്യം വരുന്ന കുറച്ച് ടേംസ് എന്ന് പറയുമ്പം കൊതുക് കടിക്കുന്ന സമയത്ത്, കൊതുക് കടിക്കുകയല്ല കൊതുക് കുത്തും അല്ലെ, കുത്തുന്ന സമയത്ത് രോഗം പരത്താൻ കാരണമായിട്ടുള്ള, രോഗം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു ഘട്ടത്തിലുള്ള പ്ലാസ്മോഡിയത്തിന്റെ ഒരു ഘട്ടത്തിനെയാണ് കൊതുക് നമ്മളെ ബോഡിയിലേക്ക് കുത്തിവെക്കുന്നത്. ആ ഘട്ടത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പേര് സ്പോറോസോയിറ്റ് എന്നാണ് പറയുക, സ്പോറോസോയിറ്റ്. അതുപോലെ ഇത് നമ്മുടെ രക്തത്തിലേക്ക് വന്നാൽ ഫസ്റ്റ് നമ്മളെ കരളിനെയാണ് ഇത് ബാധിക്കുക. കരളിനകത്ത് വെച്ചിട്ട് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന രോഗകാരി അതിന്റെ അലൈംഗിക പ്രത്യുൽപാദനം നടത്താൻ ശ്രമിക്കും. അങ്ങനെ കരളിലെ കോശങ്ങളൊക്കെ നശിക്കും. ഓക്കെ, അങ്ങനെ കരളിന്ന് പിന്നെ രക്തത്തിൽ കൂടെ വന്നിട്ട് രക്തത്തിലുള്ള എവിടെയാണ് കണ്ടല്ലോ RBC അരുണ രക്താണുക്കളെയാണ് ഇവർ പിന്നെ ബാധിക്കുക. അരുണ രക്താണുക്കൾ ഉപയോഗിച്ച് അത് അതിന്റെ അലൈംഗിക പ്രത്യുൽപാദനം നടത്തുമ്പം അരുണ രക്താണുക്കൾ ഓരോന്നായിട്ട് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അരുണ രക്താണുക്കൾ നശിപ്പിക്കുന്ന സമയത്ത് ആ രോഗകാരി ഈ അരുണ രക്താണുക്കൾ നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുണ്ടാക്കുന്ന ഒരു വിഷവസ്തുവിന്റെ പേരാണ്, ഇവിടെയാണ് ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു ഉണ്ടാവുക. ഇതാണ് ആ ആൾക്ക്, നമുക്ക് ആ സമയത്ത് പനി ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട്. ഇതിന്റെ രൂപീകരണം നടക്കുമ്പോഴാണ് പനി തുടങ്ങുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ഇതേ അരുണ രക്താണുക്കൾ ഉപയോഗിച്ച് അവരെ ലൈംഗിക പ്രത്യുൽപാദനം നടത്താൻ ശ്രമിക്കും. ആൺ പെൺ ബീജകോശങ്ങൾ അവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ആൺ പെൺ ഗ്യാമീറ്റിന് ഉണ്ടാക്കി നിൽക്കുമ്പോൾ അതിന് പറയുന്ന പേര് ഗ്യാമറ്റോസൈറ്റ് എന്നാണ് പറയുക. ആൺ പെൺ ഗ്യാമീറ്റിന് പറയുന്ന പേരാണ് ഗ്യാമറ്റോസൈറ്റ്. ആ സമയത്താണ് ആ രോഗത്തിന് നിൽക്കുന്ന, പനിയായിട്ട് ഈ രോഗം കൊണ്ട് നിൽക്കുന്ന ആളെ കൊതുക് വന്നിട്ട് കുത്തുന്നത്. ഓക്കെ, അപ്പൊ ആ കൊതുക് കുത്തുന്ന സമയത്ത് ഈ ഗ്യാമീറ്റുകൾ ഇതേപടി രക്തത്തിൽ കൂടെ കൊതുകിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുക. പിന്നെ ഈ ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ, ബീജ സംയോഗം നടക്കുന്നത് കൊതുകിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലാണ് ഇവർ ഉണ്ടാവുന്നത്, പക്ഷെ കൊതുക് ആ സമയത്താണ് വന്ന് കുത്തുക. അപ്പൊ എന്ത് ചെയ്യാണ്? ആ ബീജ സംയോഗം നടക്കാൻ കൊതുകിന്റെ അന്നനാളത്തിൽ വെച്ചിട്ടാണ് നടക്കുക. ബീജ സംയോഗം നടന്നു കഴിഞ്ഞാൽ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറും. അവര് കൊതുകിന്റെ അന്നനാളത്തിൽ നിന്ന് കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് മാറ്റപ്പെടും. എന്നിട്ട് ആ കൊതുക് ആ സമയം, അപ്പൊ കൊതുകിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബീജസംയോഗം അന്നനാളത്തിലും, എന്നിട്ട് അത് ഉമിനീർ ഗ്രന്ഥിയിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പൊ ആ കൊതുക് മറ്റൊരാളെ കുത്തുകയാണെങ്കിൽ ആ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ നേരെ അടുത്ത ആളിലേക്ക് കൊടുക്കും. അപ്പൊ അതാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ 2-3 വാക്ക് വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്യാം. പിന്നെ ഈ നോട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അനോഫിലസ് പെൺകൊതുക് കുത്തുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അരുണ രക്താണുക്കളെ ആക്രമിക്കും, അവയെ നശിപ്പിച്ച് പുറത്തു വരികയും ചെയ്യും. ഈ അരുണ രക്താണുക്കൾ പിളരുന്നതോടൊപ്പം വിഷപദാർത്ഥമായ ഹീമോസോയിൻ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യും. ഇതാണ് വിറയലിനും 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവിട്ടുള്ള കഠിനമായ പനിക്കും ഇടയാക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. റെഡി? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇത് +2 NCERT +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതേപോലെ ഇതിന് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? HIV ബാധയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, ബയോപ്സി, പാപ്പ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. സിമ്പിൾ ആണ്. HIV എന്ന് പറയുമ്പോൾ രോഗം ഏതാണ് എന്ന് നമുക്ക് നോട്ട് ചെയ്യാം. എയ്ഡ്സ് ആണ് രോഗം. ടെസ്റ്റ് ഏതാണ്? എലിസ ടെസ്റ്റ് അല്ലെ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നതാണ് പൂർണ്ണ രൂപം. വൈഡാൽ ടെസ്റ്റ് ഇപ്പൊ നമ്മൾ കണ്ടു, ഏതിന്റെയാണ്? ടൈഫോയിഡ് ആണ്. ടൈഫോയിഡിന്റെ ടെസ്റ്റ് ആണ് വൈഡാൽ ടെസ്റ്റ്. ബയോപ്സി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടോ എന്നറിയാനുള്ളതാണ്, ക്യാൻസർ ടെസ്റ്റ് ആണ്. പാപ്പ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്നൊക്കെ കേട്ടില്ലേ. പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് സെർവിക്കൽ ക്യാൻസറിനുള്ളതാണ്. സെർവിക്കൽ ക്യാൻസർ, സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗത്തിനാണ് സെർവിക്കൽ എന്ന് പറയാ, സെർവിക്സ് എന്ന് പറയാം. അപ്പോൾ മലയാളാക്കിയിട്ട് ചിലപ്പോൾ ഗർഭാശയ മുഖ ക്യാൻസർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ശരിയാണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള ടെസ്റ്റ് ആണ്
പാപ്സ്മിയർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. ഇനി മാമോഗ്രഫി എന്നൊക്കെ ആണെങ്കിൽ അത് സ്തനാർബുദമാണ്, ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ. അമ്മ കുഞ്ഞിന് ഫസ്റ്റ് കൊടുക്കുന്ന മിൽക്കാണ് അല്ലെ, ഒരു യെല്ലോ കളറിലുള്ള മിൽക്കാണ് കുഞ്ഞിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളൊക്കെ നമ്മളെ ആന്റിബോഡീസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഇത് കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ തന്നെയാണ് ആന്റിബോഡി. ആന്റിബോഡിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, ഒരു 5 ടൈപ്പോളം ഉണ്ട്. അതിലേതാ? അമ്മയാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അമ്മേനെ ആലോചിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രം ആരതാണ്? അമ്മയാണ് കൊടുക്കുന്നത്. അപ്പൊ അമ്മേനെ ആലോചിച്ച് കഴിഞ്ഞാൽ എ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്നതാണ് ഇതിന്റെ ആൻസർ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. ഓക്കെ, അതുപോലെ ഇയും ഡിയും ജിയും എല്ലാം നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ +2 ലെവൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റ് ആണ്. ഇവിടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ആന്റിബോഡികൾ കൊളസ്ട്രത്തിൽ. ഇപ്പൊ കൊളസ്ട്രം എന്താണെന്ന് ആലോചിക്കുക. ആദ്യത്തെ പാലിനാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ചോദിച്ചപ്പം അമ്മയും കുഞ്ഞായിട്ട് ബന്ധമുള്ള വേറൊന്നാണ് ജി എന്ന് പറയുന്നത്. ജി എന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിന് പ്ലാസന്റയിൽ കൂടെ കിട്ടുന്നതാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണല്ലേ പ്ലാസന്റ, അതുവഴി പൊക്കിൾ കൊടി വഴിയുള്ള ബന്ധം. അപ്പോൾ പ്ലാസന്റയിൽ കൂടെ കിട്ടുന്നത്. അപ്പൊ പ്ലാസന്റ ഒക്കെ ഉണ്ടാവുന്ന എപ്പോഴും ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴല്ലേ പ്ലാസന്റ അല്ലെ. അപ്പൊ യൂട്രസിനകത്ത് ഗർഭാശയത്തിനകത്ത് കുഞ്ഞിരിക്കുന്ന സമയത്താണ് പ്ലാസന്റ ഉണ്ടാവുക. അപ്പൊ ഗർഭം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ജി എന്ന് അവിടെ കണക്ട് ചെയ്ത് വെക്കുക. ജി എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ അത് കിട്ടും. പ്ലാസന്റ എന്നെടുത്ത് പറയുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞില്. അതേപോലെ മൊത്തത്തിലുള്ള ഈ ആന്റിബോഡീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ 75% വരുന്നത് ഏതാണ്? ഇതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. പിന്നെ ഏറ്റവും വലുതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എം എന്ന് പറഞ്ഞാൽ. എം ഫോർ മെഗാ എന്ന് ആലോചിച്ചാൽ മതി. മെഗാ സീരിയലൊക്കെ അല്ലേ, വലിയ സീരിയൽ അല്ലെ, തീരാത്ത. അതേപോലെ മെഗാ വലുതാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബോഡികൾക്ക് തന്നെ പറയുന്ന പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ WBC ബി ലിംഫോസൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം എയും അതുപോലെ ഡി ഉണ്ട്, ഇ ഉണ്ട്, മറ്റുള്ളതൊക്കെയാണ് നമ്മുടെ +2 ലെവൽ ടെക്സ്റ്റ് ആണ്. എയും ജിയും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെക്കാം. റെഡി? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ തന്നെ റിലേറ്റഡ് ആയിട്ട് GLUT4 പറയുമ്പോൾ പറഞ്ഞു ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടെ ചേർന്നാണ്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടലും കുറയ്ക്കലും കൂടി ആകുമ്പോഴേ നിയന്ത്രിക്കുക. ഇനി കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പറയണം, കൂട്ടാൻ എന്നാണെങ്കിൽ ഗ്ലൂക്കഗോൺ മാത്രം പറയണം. ഓക്കെ, റെഡി അല്ലേ? ഇനി ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? വാക്സിനേഷൻ ശരിക്കും 5th സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ കുറെ വാക്സിനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം ഒന്ന് സമയം എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് അതേപോലെ തന്നെയുള്ള ഒന്നാണ്. HPV HIV1 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാ? HPV എന്ന് പറയുന്നതാണ് ആൻസർ. ഹ്യൂമൺ പാപ്പിലോമ വൈറസ്. ഓക്കെ, പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന കുറെ രോഗങ്ങളുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് അതുപോലെ റിലേറ്റഡ് ആയിട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരുമ്പം അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്സിനേഷൻ ആണ് HPV എന്ന് പറഞ്ഞാൽ. HPV ആണ്, ഹ്യൂമൺ പാപ്പിലോമ വൈറസിന് ഉള്ള വാക്സിനേഷൻ ആണ്. അപ്പോൾ അത് കാരണം വൈറസ് ഇൻഫെക്ഷൻ വഴിയും എന്ത് ചെയ്യാം, നമ്മളെ സാധാരണ കോശം ക്യാൻസറസ് കോശമായിട്ട് മാറാം. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ ആണ് HPV എന്ന് പറഞ്ഞാൽ. റെഡി? ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് വേഗം പറയാം. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നേവരെ കേൾക്കാത്ത കുറെ ഭൂഗർഭ മീനിന്റെ പേരുകൾ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം. ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറിഗ്ലാനിസ് അബ്ദുൽ കലാമി. ഓരോരുത്തരെയും പേരും ഒക്കെ നമ്മൾ സ്പീഷീസ് ഭാഗം പറയുമ്പോൾ ഓരോരുത്തരെയും പേര് മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഈ ഭൂഗർഭ മീനുകൾക്ക് എക്സാമ്പിൾ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിൽ ഉള്ള മീനുകൾക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രിറ്റിക്കം ഏസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഇത് ശരിക്കും ഒരു ബയോളജി ഭാഗത്തല്ല വന്നത് ക്വസ്റ്റ്യൻ, എന്നാൽ പോലും നമുക്ക് നമ്മളാക്കി എടുക്കാം അല്ലെ. ട്രിറ്റിക്കം ഏസ്റ്റിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെയാണ്? ഗോതമ്പാണ്. ഇതൊരു എക്കണോമിക്സ് ഭാഗത്തുനിന്ന് പ്രാധാന്യമുള്ള ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഭാഗമില്ലേ അല്ലെ. അപ്പൊ അവിടെ കണക്റ്റഡ് ആയിട്ടാണ് വന്നത്, പക്ഷെ നമുക്കും കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഗോതമ്പിന്റെ പേരാണ് അത്. അതേപോലെ ഒറൈസ സെറ്റൈവ എന്നാണെങ്കിലോ നെല്ലാണ്. ഒറൈസ സെറ്റൈവ എന്നൊക്കെ പറയുകയാണെങ്കിൽ നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ്. അപ്പൊ ഗോതമ്പ്, നെല്ലൊക്കെ ഓർമ്മിക്കുക. അതേപോലെ സിയാ മെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചോളത്തിന്റെ ഒക്കെ പേര് പറയും. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഈ അടുത്ത് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തത്. അതേപോലെ വാക്സിനേഷൻ നന്നായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ 2 വാക്സിനേഷൻ സ്റ്റാർട്ടാണുള്ളത്. 5th സ്റ്റാൻഡേർഡിന്റെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ഇത് കൊടുത്തിരിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ്. പക്ഷെ ഇവിടെ തന്നെ അത്യാവശ്യം കുറെ വാക്സിനേഷന്റെ
പേരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, BCGന്റെ ഒക്കെ പൂർണ്ണ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാസിലസ് കാൽമറ്റ് ഗ്യൂറിൻ എന്നതാണ്. ചിലപ്പോൾ അതൊക്കെ കേട്ടതിന് പേടിച്ചു പോകണ്ട. BCG ആണ്, ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട വാക്സിനേഷൻ. കുഞ്ഞു ജനിച്ചാൽ ആദ്യം എടുക്കുന്ന വാക്സിനേഷൻ ഒന്നാണ് BCG. പിന്നെ OPV കൊടുക്കും, ഓറൽ പോളിയോ വാക്സിൻ എന്നാണ് പറയാം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായിട്ടുള്ള വാക്സിനേഷൻ ഒക്കെ കൊടുക്കും. അപ്പോൾ കുഞ്ഞിന്റെ കാണിച്ചിട്ടുണ്ട്, ജനന സമയം തൊട്ട് ഇങ്ങനെ പോയി കണ്ടല്ലോ. ഒരു ടീനേജ് വരെ ഉണ്ട്, അല്ലെ, ഒരു 16 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ ഉണ്ട്. ഓരോന്നിന്റെ പേരും കറക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ കറക്റ്റ് ഫുൾ പേരും ഒക്കെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും അതുപോലെ നമ്മൾ സൈലം PSCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു കാര്യമാണ്. LP-UP പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. August 15 ബാച്ച് ലോഞ്ചിങ് ഉള്ളതെന്ന് അറിയാം. ഓൺലൈനും ഓഫ്ലൈനും ബാച്ചസ് ഉണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സമയം കളയാതെ കോഴ്സിലേക്ക് വരിക. അപ്പോൾ കഴിഞ്ഞ LP-UPന്റെ റിസൾട്ടൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെ. മാക്സിമം 14 ജില്ലയിലും 8 റാങ്കുകളൊക്കെ നമ്മൾ തന്നെയാണ് തൂത്തുവാരിയെന്ന് അറിയാം. അപ്പോൾ ഇനിയും വരണോ എന്ന് സമയം കളയാതെ വേഗം ചിന്തിച്ച് റെഡി ആക്കിയിട്ട് കോഴ്സിലേക്ക് വരിക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആണെങ്കിൽ ഇനി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് വരുമ്പോൾ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.